നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗംഗാധരനും മാലതിയും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അലീനയാണ് പോയി കഥ തുറക്കുന്നത്. അലീനയ്ക്ക് ആരാ എന്താ ഏതാ എങ്ങനെയാണെന്നും അറിയില്ല. അങ്ങനെ അലീന കഥ തുറന്നിട്ട് ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. ഞാൻ ഗംഗാധരൻ. ഗംഗാധരൻ എന്നുള്ള പേര് കേട്ടപ്പം അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ അമ്മയുടെ ആങ്ങള. പക്ഷേ തൻ്റെ ചോരയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ബാ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേ മാലതി ചോദിച്ചു, അല്ല ഞങ്ങളെ മനസ്സിലായോ? മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല അമ്മ എന്തിയെ? മുത്തശ്ശി ഇവിടെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് മാലതി ചോദിച്ചു, അല്ല വൈജയം കുട്ടികളൊക്കെയോ? മാഡം ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. കൃഷ്ണമോള് ഹോസ്പിറ്റലിൽ തന്നെയാ. ബബിതയുടെ കാര്യം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ബബിതയുടെ കാര്യത്തെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞുമില്ല. അവരോർത്ത് ബബിത കോളേജിൽ പോയി കാണുന്നോർത്ത് പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. വല്ലവൻ്റെയും ബൈക്കിന്റെ പിന്നിൽ കയറിപ്പോയെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. അലീനയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടുത്തെ പുതിയ സെർവൻ്റ് ആണോ? അതെ, ഞാൻ വന്നിട്ടൊരു 3-4 മാസം ആയതേ ഉള്ളൂ. മുത്തശ്ശിയെ നോക്കാനായിട്ടാ വന്നേ എന്ന് പറഞ്ഞു. ശരി അമ്മയെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവര് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വൈജയന്തി ആകെപ്പാട് ടെൻഷനില്ല. എല്ലാവർക്കും കയറി കാണാം, വൈജയന്തിക്ക് മാത്രം കയറി കാണാൻ പറ്റുന്നില്ല. വൈജയന്തിയോട് കയറി ചെല്ലണ്ടെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യം വൈജയന്തിക്ക് ഉണ്ട് താനും. കൃഷ്ണമോള് വന്നിട്ടാണെങ്കിലും കൃഷ്ണമോള് കയറി കണ്ടു. പക്ഷെ കൃഷ്ണമോള് പുറത്തിറങ്ങിയിട്ട് വൈജയന്തിയോട് പറഞ്ഞു, അമ്മ പോയി കാണണ്ട, അമ്മയെ കാണണ്ടെന്ന അച്ഛൻ പറഞ്ഞത്. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ പോയി നേഴ്സ് ചോദിച്ചു, ഇങ്ങനെ പെങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കയറി വന്നോളാൻ പറയണം. ബാലേന്ദ്രൻ അതിനും കുഴപ്പമില്ല. അങ്ങനെ അയാൾ കയറി ചെന്നിട്ട് ബാലേന്ദ്രൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം എനിക്ക് നല്ല കുറവുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല അധികം സ്ട്രെസ്സൊന്നും എടുക്കണ്ട. മനസ്സിന് ടെൻഷനായി കഴിയുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. ടെൻഷനൊക്കെ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ടെൻഷൻ കൂടപ്പുറപ്പായി പോയല്ലേ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കാണും. അങ്ങനെ കുറച്ച് സമയം അവൾ സംസാരിച്ചിരുന്നിട്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അയാളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് നല്ല ദേഷ്യവും സങ്കടമായി. വൈജയന്തി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് എന്താ റോൾ ഇരിക്കുന്നത്? മനുശങ്കറും ഉണ്ടായിരുന്നടുത്ത്. അതെന്താ ആൻറ്റി അങ്ങനെ പറയണേ? അല്ല എല്ലാവർക്കും കയറി കാണാം, എനിക്ക് മാത്രം ഒട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് എവിടുത്തെ ന്യായമേത്? ഇപ്പൊ പെങ്ങളുടെ കെട്ടിയവന് കയറി കാണാം, മക്കൾ കയറി കാണാം, മനുഷ്യങ്കറിന് കയറി കാണാം, എന്നെ മാത്രം അകത്തേക്ക് കയറ്റുന്നുമില്ല. അത് കേട്ടപ്പം മനുശങ്കർ വൈജയന്തി ഒന്ന് നോക്കി. പിന്നീട് പെങ്ങളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു, ആൻറ്റിയോട് അങ്കിള് കാണണ്ടെന്ന് പറഞ്ഞ് ആൻറ്റിയുടെ കയ്യിലിരിപ്പോണ്ടായിരിക്കും. ആൻറ്റി കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അങ്കിള് സ്ട്രെസ് കൂടത്തുള്ളൂ. ആൻറ്റിയുടെ സ്വഭാവം അങ്കിളിന് നന്നായിട്ടറിയാം. പിന്നെ ഇപ്പം അങ്കിളിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ആൻറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാനുമായിട്ടോ? അല്ല പിന്നെ ആൻറ്റിയെ കാണണ്ടെന്ന് അങ്കിള് പറയണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണും. അതിന് ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അതോടെ കേട്ടപ്പോൾ വൈജയന്തിക്ക് കട്ടക്കലിപ്പ്. വൈജയന്തി പറഞ്ഞു, വേണ്ട കാണണ്ട, എനിക്കെന്താ നിർബന്ധം? ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. മനുശങ്കർ പറഞ്ഞു, അത് ആൻറ്റിയുടെ കടമയല്ല ആൻറ്റി. പിന്നെ ആൻറ്റി അതിന് കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൻറ്റിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻറ്റി പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അങ്ങനെയല്ല മനു ഞാൻ പറഞ്ഞത്. എനിക്ക് മാത്രം കയറി കാണാൻ പറ്റില്ല. എനിക്ക് മാത്രം ഫ്രഷ്, ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് സങ്കടം വരാതിരിക്കുമോ? ഞാൻ എന്തേലും ചെയ്തിട്ടാണേ കുഴപ്പമില്ല. ഞാൻ എന്തേലും ചെയ്തോ? ഒന്നും ചെയ്തുമില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. മനുശങ്കറിന് മനസ്സിലായി വൈജയന്തിയുടെ എന്തോ ഒരു കയ്യിലിരിപ്പോണ്ടാണ് ഇപ്പം അങ്കിളിന് ഇങ്ങനെ ഗതി വന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് അങ്കിൾ തുറന്നു പറയാത്തടത്തോളം കാലം അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ. പിന്നീട് മനുശങ്കർ കൃഷ്ണമോളോട് പറഞ്ഞു, അതെ ഞാൻ മോളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയി. ഇതേ സമയം ഗംഗാധരനും മാലതിയും കൂടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. ഗംഗാധരനെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. മൂത്ത മോനല്ലേ, വാ ഗംഗാധര ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കാനൊക്കെ പറഞ്ഞു. അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല മേൻ, നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണു. ബാലേന്ദ്രൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വന്നാ, ഒന്ന് കാണാൻ വേണ്ടി വന്നാ. അല്ല നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയോ?
പോയില്ല. ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അങ്ങ് ചെന്നാലും കാണിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. ICUലല്ലേ, അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ശരിയാ, വൈജയന്തിയൊക്കെ അവിടെ ഉണ്ട്, കൃഷ്ണമോളും പോയിട്ടുണ്ട്. അല്ല, എന്താ അമ്മേ ശരിക്കും സംഭവിച്ചേ? എന്താന്ന് ഒരു ഐഡിയ ഇല്ല, ഒരു പിടിപാടും ഇല്ലടം മോനെ. ബാലേന്ദ്രൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അവൻ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല, വൈജയന്തിക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കുടിയോടുകൂടി തന്നെയായിരുന്നു, മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുമായിരുന്നു. ഞാനാണ് അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അതിന് ശേഷമാണ് ഇവിടുത്തെ ആ കൊച്ച് അലീനെ വന്ന് പറയണേ, അതേ മദ്യപിച്ച് വീണ്ടും ഹാളിൽ ഇരിക്കുന്നുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കണു. അല്ല, അത് വന്നിട്ട് കുറച്ച് കാലമായോ? 3-4 മാസമായി. അതുള്ളതുകൊണ്ട് മാത്രം മോനെ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നേ. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ മണ്ണിനടിയിലായനം, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തിലായനം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? നല്ല മിടിക്ക് കൊച്ച, എന്നെ നല്ല പൊന്നുപോലെ നോക്കും. കണ്ടില്ലേ, ഈ മുറിയൊക്കെ കണ്ടാൽ തന്നെ അറിയത്തില്ലേ വൃത്തിയും വെടുപ്പും ഒക്കെ. എൻ്റെ കാര്യങ്ങളൊന്നല്ല, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ നല്ല വൃത്തിക്ക് നോക്കും. ഒരു പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ല. ശരിക്കും അവളുള്ളതുകൊണ്ട് മാത്രമാണ് ബാലേന്ദ്രനും ഇപ്പം ജീവനോടെ ഇരിക്കുന്നത്. അതെന്താ അമ്മേ? അവള് ബോധം കെട്ട് കിടക്കുന്നുണ്ടപ്പോൾ ഓടിച്ചെന്ന് ബാലേന്ദ്രൻ CPR ഒക്കെ കൊടുത്തെന്ന്. അതിനുശേഷം ആംബുലൻസ് വിളിച്ചതും ഡോക്ടറെ വിളിച്ചു വരുത്തിയല്ല അവള് തന്നെയാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവളാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വൈജയന്തിക്ക് ആ കൊച്ചിനെ കണ്ണെടുത്താൽ കാണത്തില്ല. അതെന്താ എന്താന്ന് അറിയത്തില്ല എൻ്റെ ഗംഗാധര. അവളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്തതിന് കാരണമൊന്നുമില്ല. പക്ഷെ അവൾക്കാണെങ്കിൽ എന്തോ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കൊച്ചാണ് ഒരു പാവം. ഇപ്പം അവൾ പോകണമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ പോകുമെന്നും പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? വൈജയന്തിയുടെ സ്വഭാവം. അപ്പോഴേക്കും മാലതി പറഞ്ഞു, അല്ലെങ്കിലും വൈജയന്തിയുടെ സ്വഭാവം ആർക്കാ പിടിക്കുന്നേ? ആ കൊച്ചിനൊന്നും കുഴപ്പമില്ലാത്ത, ഇവിടെ ഏത് ജോലിക്കാർ വന്നാലും അതേ ദിവസം പിടിച്ചേക്കില്ല. പക്ഷെ ഇതിനൊരു പരാതിയും പരിഭവങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇതിവിടെ നിൽക്കുന്നു. പക്ഷെ എന്നാലും വൈജയന്തി ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാ ജോലിയും ചെയ്താലും അവളുടെ സ്വഭാവം അതാ. ഗംഗാധരൻ പറഞ്ഞു, അവളെ ഒന്ന് ഉപദേശിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് എന്തേലും ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ? നല്ല കഥ. ഞാൻ എന്തേലും ഉപദേശമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അവളുടെ തലയിലേക്ക് കയറുവോ? നമ്മളെ ഭരിക്കാനായിട്ട് വരും. മാലതി പറഞ്ഞു, അതാ വൈജയന്തിയുടെ കുഴപ്പം, നിങ്ങളാരും ഒന്നും പറയാത്തോണ്ടാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയം ഗംഗാധരനോടും മാലതിയോടും പറഞ്ഞു, അതെ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ചായ കുടിച്ചിട്ട് വാ, മടുത്ത് വന്നില്ലേ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും മാലതി ചോദിച്ചു, അല്ല ഗംഗേട്ടാ, വൈജയനെ ഒന്ന് വിളിക്കണ്ടേ, നമ്മളിവിടെ എത്തിയെന്ന് പറയണ്ടേ? ആ വിളിച്ചു പറഞ്ഞേക്കാം. ഗംഗാധരൻ വൈജയന്തിയെ വിളിച്ചു. വൈജയന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞങ്ങളിവിടെ കടപ്പാട്ടൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. കടപ്പാട്ട് വീട്ടില്ല? എപ്പം? കുറച്ച് സമയം ആയതേ ഉള്ളൂ. അമ്മയെ കണ്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് വന്നാൽ അവിടെ ബാലേന്ദ്രനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാ വരാതിരിക്കുന്നേ. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, വന്നാലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഗംഗേട്ടനൊക്കെ അതിനെ കാണാൻ പറ്റുമായിരിക്കും. എന്നെ മാത്രം അങ്ങോട്ട് വിളിക്കുന്നില്ല, എന്നെ കാണണ്ടെന്നും പറഞ്ഞായിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരന് കാര്യം മനസ്സിലായി. അപ്പം പിന്നെ താൻ ചെന്നാൽ തന്നെയും കൂടെ കാണിക്കുമെന്ന് സംശയമുണ്ട്. ഗംഗാധരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം ഞങ്ങൾ ഇന്നിനിയിപ്പം വരുന്നില്ല, നാളെ അങ്ങോട്ടേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയില്ലെങ്കിലോ വാർഡിലേക്ക് മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ല, ICUലായതുകൊണ്ട് കയറി കാണാൻ പറ്റുമോ അറിയില്ലല്ലോ. അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ട് കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് കോള് കട്ട് ചെയ്യുന്നത്. ആ സമയം മാലതി പറഞ്ഞു, ബാലേന്ദ്രൻ നല്ല കട്ടക്കലിപ്പില്ല, വൈജയന്തിയോട് ദേഷ്യമാണ്, മിക്കവാറും നമ്മളോടും ദേഷ്യമായിരിക്കും. ഗംഗേട്ടാ അത് ശരിയാ, ഇനിയിപ്പം നമ്മളങ്ങോട്ട് പോയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാർഡിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് പോയിന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ ഹാളിലേക്ക് വന്നു. ആ സമയം അലീന അവർക്ക് ചായ എടുത്ത് വെച്ചായിരുന്നു. അലീനയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അലീനയുടെ വീട് എവിടെ എന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, അതെ എനിക്ക് വീടെന്ന് പറയാൻ ഞാനൊരു ഓർഫനേജിലാണ് വളർന്നതെന്ന് പറയണം. ഓർഫനേജിലോ? അതെ, വീടെന്ന് പറഞ്ഞാൽ എനിക്കില്ല, കഴക്കൂട്ടത്തുനിന്ന് ഞാൻ വരുന്നത്, അവിടെ ഒരു ഓർഫനേജിലായിരുന്നു. അല്ല ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെ? അത് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു, അനാഥയായിരുന്നു. അനാഥയായിരുന്നോ? അത് കേട്ടതും അവർ രണ്ടുപേരും കൂടെ ഒന്ന് ജാഗരൂകരായി. പിന്നീട് ചോദിച്ചു, അല്ല അപ്പോൾ അത്ര ദൂരത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്നാരാ? ഇവിടെ എന്നെ കൊണ്ടുവന്ന് മനുവേട്ടനും ബാലേന്ദ്ര സാറും കൂടെ കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അല്ല അവരവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നാണ്. അതെ, ഇവിടുത്തെ മുത്തശ്ശനാണ് എന്നെ ആദ്യം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെ. പിന്നീട് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുവന്നാ. പിന്നെ മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങോട്ടേക്ക് പോന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ എവിടെയോ ഒരു സംശയം ഗംഗാധരനും
മാലതിക്ക് ഉണ്ടാവുകയാണ്. കഴക്കൂട്ടത്തിൽ പോയി അച്ഛൻ പോയി ഇത്ര ദൂരേന്ന് പോയി പെങ്കുച്ചിനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പിന്നീട് ചോദിച്ചു, അല്ല പറയുന്നോണ്ടും അല്ല ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. അച്ഛനും അമ്മ ആരാ അങ്ങനെ എന്തെങ്കിലും വല്ല അറിയാവോ? സാധാരണ ഇത് ഓർഫനേജിലുള്ളവരാണെങ്കിൽ ചിലർക്ക് അച്ഛനും അമ്മ ആരാന്നൊക്കെ അറിയായിരിക്കും. അങ്ങനെ എന്തിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ബ്രിജിത്ത മമ്മിയെ ഞങ്ങൾ നോക്കിയിരുന്നേ. മമ്മിയും കുറെ കാലം മുമ്പ് മരിച്ചുപോയി. ഇപ്പം മമ്മിയും ജീവനോടെ ഇല്ല. പിന്നെ സ്നേഹസാധനം അടച്ചുപൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട വന്നേന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഒരു പക്ഷേങ്കിൽ ഇത്രയും കാലം ബാലേന്ദ്രൻ അറിയാത്തില്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താന്ന് കുറെ കാലമായി അവരും അന്വേഷിക്കുന്നു. കഴക്കൂട്ടത്ത് കിടക്കുന്ന ഈ പെങ്കുച്ചിനെ അച്ഛൻ പോയി ഇങ്ങോട്ടേ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എന്തേലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്നൊരു സംശയം അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.